ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മക്കളൊക്കെ വീട്ടിലാണ്. കാക്കു പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കും. ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടിരുന്നതാണ്. സാധാരണ കാപ്പിയൊക്കെ കുടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഒരു കേക്കിൻ്റെ വർക്കുണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ ചെയ്തു വെച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 2-3 തക്കാളി നിൽപ്പുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് പഴുത്തു പറിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനച്ചതേ ഉള്ളൂ. കുറച്ച് ഒരു 3-4 പഴുത്തു, ബാക്കി ചെനച്ച് കിടപ്പുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുത്തി അതൊക്കെ ഒന്ന് പറിച്ച് വെച്ചിട്ട് പോകണം. നോക്കുമായിരുന്നു ഞാൻ. എങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തക്കാളിക്ക ഒന്ന് നോക്കാം പഴുത്തതാണോ എന്ന്. പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെനച്ചതേ ഉള്ളൂ. അതിലിടയ്ക്ക് പഴുത്ത് കിടപ്പുണ്ട്. അതങ്ങ് പറിച്ചേക്കാന്ന് ഓർത്തായിരുന്നു, അല്ലെങ്കിൽ പുഴുവൊക്കെ കടിച്ചു പോകും. ഒരുമിച്ച് പറിച്ചാലും മതി. ഇതാ കണ്ടോ, ഇപ്പുറ സൈഡിലൊരെണ്ണം ചെനച്ച് കിടപ്പുണ്ട്. തക്കാളിയെ പുഴുക്കേട് കണ്ടോ? ഈ തക്കാളി കൊള്ളത്തില്ലായിരിക്കും, ഇത് പുഴുക്കേട് തുടങ്ങിയതാണ്. കണ്ടോ, വേറൊരു തക്കാളി, അതിലും പഴുത്ത് കിടക്കുക. നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. അതിൽ ഒന്ന് പറിച്ചെടുക്കണം. കേട് തുടങ്ങി, പറിക്കാൻ താമസം ഇത് പുഴുവായിട്ട് പോകും. അതുകൊണ്ടിങ്ങനെ ജസ്റ്റ് രാവിലെ ഒന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുമായിരുന്നു ഇറങ്ങി. ഒരു ചക്ക പഴുത്തിട്ടുണ്ട്. ആ ചക്കയുമായിട്ട് വീട്ടിലേക്ക് പോകണം. അബിക്ക് വേണ്ടി നിർത്തിയിരുന്നതാണ്, അത് പഴുത്തു പോയി. എന്നാൽ പോയിട്ടൊക്കെ വന്നിട്ട് കാണാം. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. ചൂലൊക്കെ ഉടയ്ക്കുന്നതുമൊക്കെ ഒടിഞ്ഞു പോയി. അപ്പോഴത്തേനും അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. അതിനുകൂടി ഇറങ്ങാനാണ്. എല്ലാം പോയിട്ട് വരാം. ഒരു ചക്കയുണ്ടതിന് മുമ്പായിട്ട് ഈ ചക്കയും കൂടെ താഴോട്ട് കൊണ്ടുപോവാണേ. എല്ലാവരും കൂടെ വെട്ടിപ്പെറുക്കി എടുക്കാം. ഇതിൻ്റെ ചുള കുഞ്ഞി ചുളയാണ്. അപ്പം ഞാൻ എന്താണല്ലോ ഒറ്റയ്ക്ക് ഇരുന്നാൽ തീരുകയില്ല. എൻ്റെ ക്യാമറമാൻ കുക്കുവാണ് കേട്ടോ. കുക്കു ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാട്. വീഡിയോയും പണികളും എല്ലാം കൂടെ വിഷോപ്പറിനകത്തിട്ടു. വിഷോപ്പർ പൊട്ടിപ്പോയി. എന്താണല്ലോ ഇത് കൊണ്ടുപോട്ടെ, വീട്ടിൽ പോയി ശരിയാക്കാം. ഞാനും ഫസീനയും കൂടെയാണ് കടയിലേക്ക് ഇറങ്ങിയേക്കുന്നത്. കുറച്ച് സാധനങ്ങൾ അവൾക്കും വാങ്ങിക്കാനുണ്ട്. ഇത് കണ്ടോ, കുഞ്ഞുമുറം. എനിക്ക് 2 കുഞ്ഞുമുറം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുമുറങ്ങൾ കണ്ടപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിതങ്ങ് വാങ്ങിച്ചു. ഇടികല്ല്, ഇത് വീട്ടിലൊരെണ്ണം അത്യാവശ്യമാണ്. പിന്നെ വാങ്ങിക്കേണ്ടത് തുടയ്ക്കുന്ന ഒരു മോപ്പാണ്. അത് എത്രണ്ണം വാങ്ങിച്ചാലും നിൽക്കത്തില്ല. കാരണം ഫത്താഹ് പൂക്കുമൊക്കെ മാറി എടുത്ത് തുടച്ച് പെട്ടെന്ന് ഒടിച്ച് കളയും. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഈ ഒരു മോപ്പാണ് സെലക്ട് ചെയ്തെടുത്തത്. പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഇതുപോലൊരു ചെറിയ ഒരെണ്ണം മതി. ഇനി ചൂലുകളാണ് എടുക്കേണ്ടത്. അകവും അടുക്കളയും തൂക്കാനായിട്ട് 2 സെപ്പറേറ്റ് ചൂലാണ് എടുക്കേണ്ടത്. കേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുക്കളയിൽ നല്ല പൊടി കാണും. അതുകൊണ്ട് ഞാൻ ചിറ്റീന്ത് ചൂല് അടുക്കളയിലേക്ക് മേടിച്ചു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് റൂമുകൾ തൂക്കുവാനുമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഫസീനയ്ക്ക് വേണ്ടിയത് ഫസീന വാങ്ങിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയത് വാങ്ങിച്ചതാണ്ട്. സ്കൂട്ടിയെ വെക്കാനായിട്ട് പാകത്തിന് നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് വൈകിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. എന്താണെങ്കിലും ഈ സമയം കൊണ്ട് അമ്മച്ചിയെ മക്കളെ നോക്കി. അസ്സലാമു അലൈക്കും. കണ്ടോ, ഞാൻ ഫസീനയും കൊണ്ടൊന്ന് കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഫസീനയുടെ മക്കൾ ഫസീന എവിടെയോ ഗൾഫിൽ പോയ അവസ്ഥയില കൂടെ കൂടി വെക്കുന്നത്. ഹായ് കൊടുത്തേച്ചപ്പാ, ഹായ് കൊടുത്തേ. ഇവിടെ തല്ലി പൊട്ടിക്കല്ലേ, എനിക്കുള്ള മുറവാ. ഇവിടെ മുറം താടാ. അയ്യോ, തരുന്നില്ല. ഇപ്പം തരും. ഞങ്ങൾ കടയിൽ പോയ കൂടെ അമ്മച്ചിക്ക് ഒരു ചെറിയ നൈറ്റി കൂടി എടുത്തു. പെരുന്നാളിന് എടുത്ത നൈറ്റിക്ക് വലിപ്പം കൂടിയെന്ന് പറഞ്ഞ് അമ്മച്ചി അത് ഫസീനയ്ക്ക് കൊടുത്തിരുന്നു. ഒരു ഷോപ്പിങ്ങും കറങ്ങലും എല്ലാം കഴിഞ്ഞ് വന്നതാണ്ട് ചോറിനാണ് അമ്മച്ചി എടുത്തിരുന്ന ചോറ്. ചക്കക്കുരു മാങ്ങായും കറിയ, എൻ്റെ ഫേവറേറ്റ് കറിയാണ്. മീൻ വറുത്തത്, മത്തി മീൻ പീര പറ്റിച്ചത്. എന്നാ കറിയാടി ഫസീന? കറി വെച്ച് ഇന്നലത്തെയാണോ? 2 അതാണ്ട് വങ്കട മീൻ കറി വെച്ച് തേങ്ങ അരച്ച് കറി വെച്ചത്. ഇതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ചക്കക്കുരു മാങ്ങായി ചാറ് വെച്ചതും പച്ചമീൻ വറുത്തതും കൂട്ടി പിടിച്ചുണ്ടല്ലോ. സൂപ്പറാ. മാങ്ങ അച്ചാറുണ്ടായിരുന്നു, ബീഫ് വരട്ടിയതും ഉണ്ടായിരുന്നു. ഇതൊന്നും കണ്ടില്ല കേട്ടോ. ചക്കക്കുരു മാങ്ങായും കണ്ട ഞാൻ
വേറൊന്നും ശ്രദ്ധിച്ചില്ല. നല്ല സൂപ്പർ ബീഫ് വരട്ടിയതുണ്ട്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മറ്റു നല്ലതായിട്ട് ബീഫ് വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേറെ സൂപ്പറാണ് മാങ്ങ അച്ചാർ. ചക്കക്കുരു മാങ്ങായും മാങ്ങ അച്ചാറും കൂടെ വേണം മീൻ വറുത്തതിൻ്റെ കൂടെ. ഇപ്പോഴാണ് പൊളിയാകുന്നത്. പൊളിയാ. സൂപ്പറാണോടാ? പറഞ്ഞേ. ആരാ മീൻ വറുത്തത് പെരട്ടിയെടുത്തത്? അക്കിക്ക് പെരട്ടിയോണ്ടാണല്ലേ സൂപ്പർ. ഓ അല്ലേ അക്കിക്ക്. അക്കിക്ക് ആദ്യമായിട്ട് അങ്ങാണ്ട് മീൻ വറുത്തതിലൊന്ന് മസാല പുരട്ടിയിട്ടുണ്ട്. അല്ല, അക്കിക്ക് പുരട്ടിയ ചിക്കൻ കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ മസാല പിടിപ്പിച്ച് കളഞ്ഞു തേച്ച്. കണ്ടോ, ചക്കക്കുരു മാങ്ങയൊക്കെ കൂട്ടി ഞാനിവിടെ നല്ല പിടിയില്ല. ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല, മീൻകറിയൊന്നും. ചക്കക്കുരു മാങ്ങ മീൻ വറുത്തത്, ആരടി വെച്ച് ചക്കക്കുരു മാങ്ങ മതിയോ? ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് വെയിലൊക്കെ ഒന്ന് ആറി തണുത്തതിന് ശേഷമാണ് ചക്കപ്പഴം മുറിക്കുന്നത്. ഫസീനയും ഞാനും കൂടെയാണ് ചക്ക മുറിക്കാനും ചക്ക ഉരുക്കാനും ഒക്കെ ഇരിക്കുന്നത്. നന്നായിട്ട് പഴുത്തെന്ന് മാത്രമല്ല, മണ്ടയിൽ വന്ന് വീണതിൻ്റെതായ ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു ചതവും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി എടുക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. തൊണ്ടിൻ്റെ മേൽപ്പുറത്തുനിന്ന് ചെത്തി എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അത് കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുക്കേണ്ടി വന്നു. ചക്കയില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ഈ ചക്ക കൊണ്ട് ചെന്നിട്ട് 2-3-4 ഇത് പങ്കുവെച്ചു. അത്താത്താക്കും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അവൾക്ക് ചക്കയില്ലാന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അവളെ വിളിച്ചിട്ട് ഞാൻ കൊടുത്തു വിട്ടു. ചക്കയെന്ന് കേട്ടപ്പോൾ തന്നെ അവൾ പാവം വണ്ടിയായിട്ട് വന്ന് കൊണ്ടുപോയി കേട്ടോ. ഇതെങ്ങനെയാണ് ചക്ക വെട്ടിയെടുത്തേക്കുന്നത്. ചക്കയൊക്കെ ഒരുക്കി വൃത്തിയാക്കി വന്ന് പിള്ളേരെല്ലാം വാരിത്തീറ്റയും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര ചക്കയേ ഉള്ളൂ കേട്ടോ ബാക്കി. ഇത് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് ഫസീന പറഞ്ഞു. ഇന്ന് ഫസീനയുടെ സ്പെഷ്യലായിട്ട് ചക്കയപ്പം ഉണ്ടാക്കിയേക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് വരിക്കച്ചക്ക ആയതുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 2 കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇത് തിളച്ച് വരുന്നുണ്ടോ, അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ഫിസിൽ കേട്ടാൽ വെന്ത് കിട്ടും. ഇനി ഇവിടെ ചക്കയപ്പം ഉണ്ടാക്കാനായി എടുത്തേക്കുന്നത് ഗോതമ്പ് മാവും അരിപ്പൊടിയും കൂടെ മിക്സാണ്. ഏലക്കയും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല രുചിയും ചക്കയപ്പത്തിനൊരു മണവും കൂടി കിട്ടാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പം മയപ്പെട്ട് കിട്ടും. വേവിച്ചെടുത്തിരിക്കുന്ന ചക്കപ്പഴത്തിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടി ഉരുക്കി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മാവിനോടൊന്ന് സെറ്റായിട്ട് കിട്ടും. ഒപ്പം തന്നെ തേങ്ങയും ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കയുടെ പല രീതിയിലുണ്ടാക്കാം. ഫസീന ഇങ്ങനെയാണ് ചക്കയുടെ ഉണ്ടാക്കുന്നത്. മാവ് കുഴച്ചെടുത്ത ശേഷം കുറേശ്ശെയായിട്ടെടുത്ത് വാഴയിലേക്കകത്ത് വെച്ച് ഇങ്ങനെ കൈവിരൽ പതിയുന്ന രീതിയിൽ പതിച്ച് എടുത്ത് വളരെ നൈസായിട്ട് അട പുഴുങ്ങിയെടുക്കും. ഇങ്ങനെ എടുക്കുന്ന അടയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. വാഴയിലയുടെ ഫ്ലേവറൊക്കെ വന്നിട്ട് ഒരു നല്ല ടേസ്റ്റാണ്. ഞങ്ങളിന്ന് മേടിച്ചുകൊണ്ട് വന്ന മുറവാണ്. ആദ്യം തന്നെ ചക്ക പരത്താനും എടുത്തു. അതാണ്ടേ എളുപ്പമുണ്ട് കേട്ടോ മുറത്തി വെച്ച് ചെയ്യാനും. ഇതുപോലെ ബാക്കിയിരുന്ന മാവ് പരത്തിയെടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് പുഴുങ്ങിയാൽ വേവില്ല, ഒരു സൈഡ് വേവാതൊക്കെ പോവും. അതുകൊണ്ട് 2-3 ട്രിപ്പായിട്ടാണ് പുഴുങ്ങിയെടുത്തത്. ഇനി അബി ഇവിടെ ഇല്ല, നെടുങ്കണ്ടത്താണ് അവന് വർക്കുണ്ട്. അപ്പം അവിടെ കൊണ്ട് കൊടുക്കണം. എനിക്കില്ല. സൂപ്പർ, കൊച്ചിനൊരു സപ്പോർട്ട് തന്നെയല്ലല്ലോ. കൊടുക്ക അക്കിക്ക് കുടിച്ചിരി. അക്കിക്ക് അബിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവൻ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും, ഉപ്പില്ലെങ്കിൽ ഉപ്പില്ലെന്ന് തന്നെ പറയും. എന്താണേലും സംഭവം നല്ല സൂപ്പറായിരുന്നു, അവനും ഇഷ്ടപ്പെട്ടു. അവൻ നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞത്.
ഇപ്പോൾ കുറ്റം പറയാനില്ല, ഞാനും കഴിച്ച് നോക്കിയതാണ്. ഇവന് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വന്ന് കഴിച്ചതെന്നേ ഉള്ളൂ അല്ലേ. വേണ്ടേ, ഇവിടെ വന്നപ്പോൾ തസ്മി എനിക്ക് പായസം തന്നതാണ്. തസ്മിയുടെ അമ്മച്ചി ഉണ്ടാക്കി വെച്ച പായസം അടിപൊളിയാണ്. അവ ചുമ്മാ കാണിക്കുന്ന അടിപൊളി പായസം. ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഒന്നുകൂടെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അടിപൊളി പായസം. അപ്പോൾ അതാണ്ട് ഞാനും കൂടി ഉള്ളു ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. വാപ്പച്ചിക്കൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. വാപ്പച്ചിക്ക് അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിലും ഈ സംഭവം സൂപ്പറാന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു, ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ തന്നെയായിരുന്നു, പൊളിയായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല ഒരു ചക്കയടയുടെ റെസിപ്പിയാണ് പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു മക്കളൊക്കെ സ്കൂൾ അവധിയായിട്ട് വീട്ടിലൊക്കെ ഇരിക്കുമല്ലേ, അവർക്ക് വേണ്ടി ചക്കപ്പഴമൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. അവർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടും. പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.